സിൽവർ ലൈന് വേണ്ടി അടുത്ത നീക്കവുമായി കേരയിൽ അലൈൻമെന്റ് മാറ്റാൻ തയ്യാറെന്ന് കേരയിൽ റെയിൽവേ ബോർഡിനെ അറിയിച്ചു. റെയിൽവേ ഭൂമി വിട്ടു നൽകാനായില്ലെങ്കിൽ അലൈൻമെന്റ് മാറ്റാമെന്നാണ് നിർദ്ദേശം. ഡിസംബറിലെ യോഗത്തിന് ശേഷം കേരയിൽ അയച്ച കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പ്രശാന്ത് കൃഷ്ണയുടെ പ്രശാന്ത്, അപ്പോൾ എല്ലാ വഴികളും തേടുകയാണ്. ഇപ്പോൾ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ ഈ നിർദ്ദേശങ്ങൾ എന്താണ് റെയിൽവേക്ക് നൽകിയിരിക്കുന്നത്? പ്രജീഷ്, സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നതിന് കേരയിൽ മുന്നോട്ട് തന്നെയാണ്. അത്തരം നടപടികൾ ആയി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഡിസംബർ മാസം 5-ാം തീയതി കൊച്ചിയിൽ നടന്ന റെയിൽവേയുമായി നടന്ന യോഗത്തിൽ റെയിൽവേ ബോർഡ് പ്രധാനമായും മുന്നോട്ട് വെച്ചത് നിലവിലുള്ള DPR മാറ്റണം, അതായത് ബ്രോഡ് ഗേജ് ആക്കണം. ഇതിന് പുറമെ ഒരു പ്രത്യേക ലൈൻ, ഡെഡിക്കേറ്റഡ് സ്റ്റാൻഡ് ലോൺ ലൈൻ, ഒരു പ്രത്യേക ലൈൻ എന്ന ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല. വന്ദേ ഭാരതും അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിനുകളെല്ലാം ഓടിക്കുന്ന തരത്തിലുള്ള സംവിധാനമാകണം പദ്ധതി എന്നതായിരുന്നു. പക്ഷേ കേരയിൽ അന്നത്തെ യോഗത്തിന് ശേഷം റെയിൽവേ ബോർഡിന് 20-ാം തീയതി മറുപടി കത്ത് അയച്ചിരിക്കുകയാണ്. ആ കത്താണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതിൽ വിശദമാക്കുന്നത് വിട്ടുവീഴ്ചയ്ക്ക്, അതായത് അലൈൻമെന്റ് മാറ്റാം, റെയിൽവേയുടെ ഭൂമി വിട്ടു നൽകുന്നതാണ് റെയിൽവേയുടെ പ്രശ്നമെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, അലൈൻമെന്റ് മാറ്റാം. പക്ഷേ ഈ പ്രത്യേക ലൈൻ പറ്റില്ല എന്ന നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന് കേരയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ നിലപാട് വിശദീകരിക്കുകയാണ്. അപ്പോൾ DPR മാറ്റുന്നതിന് വിയോജിപ്പില്ല, പക്ഷേ പ്രത്യേക ലൈൻ തന്നെ വേണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത്തരത്തിലുള്ള മറുപടിയാണ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ ഈ 5-ാം തീയതി ഡിസംബർ 5-ന് ചേർന്ന യോഗത്തിന് ശേഷം മെട്രോമാൻ ഇ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ റെയിൽവേ മുന്നോട്ട് വച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, അതായത് ഒരു അർദ്ധ അതിവേഗ പാതയ്ക്കായി ഒരു സെപ്പറേറ്റ് ലൈൻ വേണ്ട എന്ന റെയിൽവേ ബോർഡിൻ്റെ നിർദ്ദേശം പ്രൊഫഷണൽ അല്ല, അത് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ്, റെയിൽവേ തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് ഇ ശ്രീധരൻ പറയുന്നത്. ഒരു സ്റ്റാൻഡ് ലോൺ ലൈൻ തന്നെ വേണം, പ്രത്യേക ലൈൻ തന്നെ വേണം എന്ന നിലപാടാണ് ഇ ശ്രീധരൻ. റെയിൽവേയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതല്ലേ? കാരണം ഈ പ്രത്യേക ഒരു പാറ്റേൺ വേണം എന്നുള്ളത്, അല്ലെങ്കിൽ അത് റെയിൽവേ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അതിനുവേണ്ടി ആവശ്യം പറയുന്നു. പക്ഷേ ഈ അലൈൻമെന്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അത് എങ്ങനെ ഉൾക്കൊള്ളും? ബോർഡുമായി ബന്ധപ്പെട്ട്, റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു നിലപാട് ഇക്കാര്യത്തിൽ എങ്ങനെ അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരയിൽ? റെയിൽവേ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണ്, അതായത് പ്രധാനമായും റെയിൽവേ മുന്നോട്ട് വച്ചിരിക്കുന്നത് ബ്രോഡ് ഗേജ് ട്രെയിൻ ആയി മാറ്റണം എന്നതാണ്. മറ്റൊന്ന് ഈ പ്രത്യേക ലൈൻ എന്നത് പറ്റില്ലെന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായ ഈ രണ്ട് വിഷയങ്ങളിൽ, അതായത് ഈ അലൈൻമെന്റ് മാറ്റുമ്പോൾ ഈ പറയുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാം, പക്ഷേ ഒരു പ്രത്യേക ലൈൻ വേണം എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് സാധിക്കില്ല എന്നാണ് കേരളയിലെ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ റെയിൽവേക്ക് കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി നടന്ന ചർച്ചയ്ക്ക് ശേഷം 20-ാം തീയതി അയച്ച കത്തിൽ വിശദീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇ ശ്രീധരൻ അടക്കം, അതായത് മെട്രോമാൻ ഇ ശ്രീധരനെ പോലൊരു ഒരു വിദഗ്ധൻ ഈ വിഷയത്തിൽ റെയിൽവേയുടെ നിലപാടിനെ തള്ളിക്കൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഈ ശ്രീധരൻ്റെ പ്രൊപ്പോസൽ ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് തികച്ചും വ്യത്യസ്തമാണ്. കാരണം അതിൽ രാജ്യത്ത് ബ്രോഡ് ഗേജിൽ ഓടിക്കുക എന്നുള്ളതിനോട് ഈ ശ്രീധരൻ യോജിക്കുന്നില്ല, സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ വേണം. പക്ഷേ അദ്ദേഹം സ്ഥലമേറ്റെടുക്കൽ ഒട്ടുമില്ലാതെ ഈ മേൽപ്പാലം വഴിയും ടണലിലൂടെയുമുള്ള പാതയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ റെയിൽവേയുടെ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശം, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് കേരയിൽ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്.